ശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാതെ കരിമ്പുഴ കൂട്ടിലക്കടവ് റോഡിന്റെ ഉദ്ഘാടനം നടത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ കാരണം മഴക്കാലത്ത് കരിമ്പുഴ തെരുവിലെ വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം കയറുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാതെ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികൾ. റോഡിന്റെ ഉയരവ്യത്യാസവും ഓവുചാലുകളുടെ അഭാവവും കാരണം മഴവെള്ളം കൃത്യമായി ഒഴിഞ്ഞു പോകാതെ ജനവാസ മേഖലയിലേക്ക് കുത്തിയൊലിക്കുകയാണ് ചെയ്യുന്നത്. അല്പം മഴ പെയ്താൽ പോലും തെരുവിലെ കടകളിലും വീടുകളിലും വെള്ളം കയറുന്നത് വലിയ നാശനഷ്ടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളും നാട്ടുകാരും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് തെങ്ങിൻതോട്ടം, പഞ്ചായത്ത് മെമ്പർമാരായ എൻ ഹംസ, മൈമൂനത്ത് സാദിഖ്, ആമിന, ഫൗസിയ മുസ്തഫ എന്നിവരും നാട്ടുകാരായ ഉമ്മർ എം പി, ഹബീബ് തങ്ങൾ, കണ്ണൻ, കൃഷ്ണകുമാർ, ബാബു, ഓമന ഉണ്ണി, സി കെ മുഹമ്മദ് തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. ഓവർസിയർ നീതു രാജീവ് കാര്യങ്ങൾ വിശദീകരിച്ചു. വെള്ളം പോണില്ല, അല്ലെങ്കിൽ വെള്ളം കെട്ടിയിട്ടുണ്ടെങ്കിലാണ് റോഡ് പണിയിൽ അപാകത പറയാൻ പറ്റുള്ളൂ. ഇത് അതില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 50 സെന്റിമീറ്റർ മാത്രമാണ് എന്തുള്ളത്, ഷോൾഡർ സ്ട്രെങ്തനിങ് ഉള്ളത്. അതാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ കൂടെ വെള്ളം ഈ മണ്ണ് കോമ്പാക്ട് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല. ഈ 2 സൈഡും ചെയ്യാനുള്ള ഇപ്പൊ നമുക്ക് പോസിബിൾ അല്ല. അതാണ് ഇവിടെ ഇങ്ങനെ കൊടുന്നത്. അതിന്റെ നമ്മൾ ഈ 50 സെന്റിമീറ്റർ നമുക്കിപ്പോ എസ്റ്റിമേറ്റ് നിങ്ങൾ ആരോ ചോദിച്ചോണ്ട് വിവരാവകാശം എന്ന് പറഞ്ഞില്ലേ, എസ്റ്റിമേറ്റിൽ കാണാം. ഇനി വേണ്ട എന്റെ ഫോണിൽ നിന്ന് കാണിച്ച് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോ കാണിച്ചു തരില്ല എന്നൊന്നും പറയില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് അതിലുള്ളത് നിങ്ങൾ നോക്കിക്കോളും. 50 സെന്റിമീറ്റർ മാത്രമാണ് നമുക്ക് എന്തുള്ളത്, ഐറിഷ് ഉള്ളത്. അതിൽ ഞങ്ങൾ ചെയ്ത ഒന്ന് പറഞ്ഞ മെയിൻ ജംഗ്ഷൻ, ആ ജംഗ്ഷനാണ്, അതായത് കരിമ്പുഴ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു ഓവാല ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ കൃത്രിമപരമായി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട്. ഒരു നിലവില് ഒരു റോഡിൽ ഒരു അസറ്റ് നമ്മുടെ കയ്യിലേക്ക് ഇത് 2012 മറ്റാണ് നമുക്ക് തന്നത് പഞ്ചായത്തിൽ. ആ തന്ന സമയത്തുണ്ടായിരുന്ന കൽവേർട്ടാണ് അത്. അന്ന് നമ്മൾ എനിക്കിതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അറിയില്ല, നമ്മൾ ഇവിടുന്നുള്ള എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഒരു ജനറൽ ബോഡി പോലെ വിളിച്ചിട്ട് അവിടുന്ന് കുറച്ച് പേര് കാണിച്ചു തന്നതാണ് ആ കൽവേർട്ട് ചെയ്യണം എന്നുള്ളത്. അത് ഫസ്റ്റ് തന്നെ നമ്മൾ ആ വർക്കാണ് അവിടെ തുടങ്ങിയത്. ആ വർക്ക് തുടങ്ങി ആ കൽവേർട്ട് മൊത്തം ചെയ്തിട്ട് ഇന്നിപ്പോൾ നമ്മളിന്ന് കോടതിയിലേക്ക് ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയോ, അത് അവിടെ ഉണ്ടായിരുന്ന കൽവേർട്ടാണ്, അവിടെ ഇങ്ങനെയൊക്കെയാണെന്നത്. ഇന്ന് അവിടെ ഇല്ലാതെ അശാസ്ത്രീയമായി നിർമ്മിച്ചു. ഇനി ഇവിടുത്തെ കാര്യം ഞാൻ പറയാം. ഇവിടെ അങ്ങനെ ഒരു കൽവേർട്ട് ഇല്ല, നിലവിൽ ഇതുവരെ ഇല്ല. ഇല്ലാത്തൊരു കൽവേർട്ട് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പല രീതി, അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇവിടെ ഒന്നും ഇവിടെ ഉള്ളത് ഉണ്ടാക്കിയപ്പോൾ അതാണ് അവസ്ഥ. ഇല്ലാത്തത് ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും, ഇത് യോജിക്കുന്നവരും ഉണ്ടാവും, യോജിക്കാത്തവരും ഉണ്ടാവും. അപ്പൊ ഇതിലേറെ ഇതാണ് വരിക. അപ്പൊ നമുക്ക് അതായത് നമ്മൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇല്ല സ്ഥലത്ത് എന്തായിരുന്നു ഉള്ളത്, ഇതുപോലെയാണ് ഇവിടെ വെള്ളം പോയിരുന്നത്, ആ അതിനെ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഒരു തീരുമാനമാണ്, അതായത് അവിടെ ഡ്രൈനേജ് വന്നിട്ട് അവരിപ്പോ നിലവിൽ മീറ്റിംഗിലാണ്. ഞാൻ വിളിച്ചായിരുന്നു, MLA ഒക്കെ വിളിച്ചു, എക്ക് വിളിച്ചു. അപ്പൊ അവര് എന്റെ അടുത്ത് പറഞ്ഞു, അവിടുന്ന് ഇവിടെ വരുമ്പോ ഇവിടെ വെള്ളം നിൽക്കാൻ പാടില്ല, അവിടുന്ന് കട്ടി കൂട്ടി ചെയ്തിട്ട് ഈ മണ്ണും പാടില്ല, മണ്ണിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് വൃത്തിയാക്കി കൊണ്ടുവരണം. വെള്ളം ഇവരെ തൊടിക്കോ കടലിലേക്കോ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഭാഗം നമുക്ക് ഡ്രെയിനേജ് പറ്റൂല, അതറിയാം. അത് പരമാവധി കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ 5 മീറ്റർ വീതിയും മറ്റേത് 1/2 മീറ്റർ എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ മീറ്റർ നോക്കണ്ട, ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്കത് തീരുമാനമാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതായത് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കി വരികയാണ്. അതിനനുസരിച്ചിട്ട് നമ്മളിവിടെ എന്താണ് തീരുമാനം അതുപോലെ ചെയ്യുന്നതായിരിക്കും. ഇത്രയും വേഗത്തിൽ തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്നും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി അഭിപ്രായപ്പെട്ടു. കരിമ്പുഴ പഞ്ചായത്തിലെ തെരുവിന്റെ ഭാഗത്തു കൂടെ കൂട്ടിലക്കടവത്തേക്ക് മണ്ണാർക്കാട്ടേക്ക് പോണ റോഡിന്റെ പണി തുടങ്ങിയിട്ട് 4 മാസമായി. ഇതുവരെയും പണി കംപ്ലീറ്റ് പൂർത്തിയായിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ പെയ്ത മഴയിൽ ഈ തെരുവിലുള്ള കടകളിലൊക്കെ വെള്ളം കയറി, വീടുകൾക്ക് വെള്ളം കയറി. ഇവിടെ വളരെ അധികം ബുദ്ധിമുട്ടിയിട്ട് ആളുകൾ ഇന്നലെ രാത്രി തന്നെ എന്നെ വിളിച്ച് രാവിലെ ഇവിടെ സ്ഥലം സന്ദർശിച്ചതാണ്. അപ്പോഴാണ് ഇവിടുത്തെ വിഷമങ്ങൾ കംപ്ലീറ്റ് അറിഞ്ഞത്. കടകളുടെ ഉള്ളിലാണ് മണ്ണ് കയറി ചെളി ആയിട്ട് കിടക്കണത്, അതുപോലെ തന്നെ വീടുകളുടെ ഉള്ളിലും. അതിനൊരു പരിഹാരം എന്നുള്ള നിലക്ക് ഇന്നിപ്പോൾ എയിനെ വിളിച്ചു, അതുപോലെ തന്നെ ഓവർസിയർ ഇവിടെ സ്ഥലത്ത് വന്നു, അതുപോലെ തന്നെ MLA ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഈ പണി ഏകദേശം പൂർത്തിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ
ഇവിടെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. അത് ക്ലിയർ ആക്കിയിട്ടേ നമ്മൾ ഈ പണി പൂർത്തിയാക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഞാൻ ജനങ്ങളെ അടുത്ത് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഡ്രെയിനേജ് വരുന്ന ഭാഗത്ത് ഡ്രെയിനേജ് ഇട്ടുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ മറ്റേ താഴ്ചയുള്ള ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തും കൊണ്ട് പൊക്കമുള്ള ഭാഗത്തു കൂടെ വെള്ളം പരമാവധി ഈ ഭാഗത്തുനിന്ന് ഒഴിഞ്ഞു പോണ രൂപത്തിൽ ചെയ്താലേ ഈ പണി പൂർത്തിയാകുള്ളൂ. അതിന് വേണ്ട നടപടികൾ ചെയ്യണമെന്ന് ഇതിൻ്റെ മേലധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്താലേ ഇവിടെ ജനങ്ങൾ ഇതിന് സമ്മതിക്കുള്ളൂ. ബാക്കി കാര്യങ്ങൾ എല്ലാം ഇവിടെ വന്ന് ചെയ്യണം എന്ന് അറിയിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കണം. ആ അതെ, ഈ തെരുവില് 10 രൂപ കച്ചവടം കിട്ടുന്ന സമയമാണ്. അതായത് നോമ്പ് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഉത്സവമാണ്, ഈ തെരുവിലുള്ള ഉത്സവമാണ്. അതിനൊക്കെ മുടക്കം വരുന്ന രൂപത്തിൽ ആവാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പരിഹരിക്കണം എന്ന് ഇതിന്റെ അധികൃതരോട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ആവശ്യപ്പെടുകയാണ്. ജനങ്ങളുടെ സ്വത്തിനും ജീവിതത്തിനും ഭീഷണിയാകുന്ന രീതിയിലുള്ള ഈ നിർമ്മാണത്തിലെ പിഴവുകൾ തിരുത്തണമെന്നും വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം.